നമ്മുടെ ജനറേഷനെ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള 4 അനിമേസാണ് ഡ്രാഗൺ ബോൾ സി, വൺ പീസ്, നറൂട്ടോ ആൻഡ് ബ്ലീച്ച്. ഈ കഥകളിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലുമുപരി ഫാൻ ബേസും സപ്പോർട്ടുമൊക്കെ ഇവയിലെ സൈഡ് ക്യാരക്ടേഴ്സിന്, എന്തിന് വില്ലന്മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ നായകൻ്റെ ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ നായകനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ബിൽഡപ്പും ഫാൻ ബേസും ഒക്കെയുള്ള ചില ക്യാരക്ടേഴ്സാണ് ഡ്രാഗൺ ബോൾ സിയിലെ മോസ്റ്റ് ഐക്കോണിക് ആൻഡ് മാസ്കുലിൻ കഥാപാത്രമായ പ്രിൻസ് വിജീറ്റയും നറൂട്ടോയിലെ ബോൾഡ് ആൻഡ് വെൽ റിട്ടൺ ക്യാരക്ടറായ ഉച്ചിഹ സാസുകയും. ഇവർക്കെല്ലാം ഉപരി മനക്കരുത്തും നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും എന്താണെന്ന് നമുക്കൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന വൺ പീസിൻ്റെ സ്വന്തം റൊറോനോവ സോറോയും. ഈ 3 ക്യാരക്ടേഴ്സിനും ഒരു പ്രത്യേകതയുണ്ട്. കഥയുടെ ആരംഭത്തിൽ ഒരു പെർഫെക്റ്റ് വില്ലനാകാൻ വേണ്ട സകല ചേരുവകളും ഇവരിലുണ്ടായിരുന്നു. ഒരു പ്രതിനായകനാകാൻ വേണ്ട എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും പക്ഷേ കാലം അവരെ നായകനിലേക്ക് അടുപ്പിച്ചു. നായകൻ്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും തങ്ങളുടേത് എന്ന പോലെ കൊണ്ടു നടന്ന് അത് നേടിയെടുക്കാൻ ഏതൊരറ്റം വരെ പോകാൻ അവർക്ക് തയ്യാറായി. സൗഹൃദത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും വില എന്താണെന്ന് കാണിച്ചു തരാൻ ഇവർക്കൊക്കെ കഴിഞ്ഞു. കഥാനായകരെ പോലെ തന്നെ അർഹിച്ച ആദരവും ബഹുമാനവും നേടിയെടുത്ത ഇത്തരത്തിലുള്ള സൈഡ് ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. തുടക്കത്തിൽ പൈറേറ്റ് ഹണ്ടർ എന്നും പിന്നീട് കിങ് ഓഫ് ഹെൽ എന്നും അറിയപ്പെട്ട ദ ഇൻഫമസ് റൊറോനോവ സോറോ. सुंदर तर विनाकधर